പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തിരുസന്നിധിയിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രത്യേക ഒരു വിഷയം ഇതാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നിരാശപ്പെട്ട് മരിച്ചേക്കാം എന്ന് തീരുമാനിക്കുന്ന, ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇതിനോടകം ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു പോയ മക്കൾ, ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലാത്ത അനേകം മക്കളാണ് ഇന്നുള്ളത്. സ്വർഗത്തെക്കുറിച്ചോ നിത്യജീവിതത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ വരാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ലാതെ ഈ ലോകത്തിൽ ജീവിതം അവസാനിപ്പിച്ചാൽ എല്ലാം തീർന്നു എന്ന് കരുതുന്ന മക്കൾ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരും. നമുക്കറിയാം, പ്രശ്നങ്ങളില്ലാതെ, ഒരു പ്രതിസന്ധി ഇല്ലാതെ, ഒരു എതിർപ്പില്ലാതെ, ഒരു പരിഹാസ്യമില്ലാതെ, ഒരു തോൽവിയില്ലാതെ, ഒരു വീഴ്ചയില്ലാതെ നമുക്ക് ജീവിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അതിജീവിക്കാനുള്ള ഒരു വലിയ കൃപയും കരുത്തും നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം തോബിത്തിന്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തില് സാറായുടെ ഒരു അവസ്ഥയും പ്രാർത്ഥനയുണ്ട്. നമുക്കറിയാം, സാറ അവള് 7 വിവാഹം കഴിച്ചു. ആദ്യ രാത്രിയിൽ തന്നെ 7 ഭർത്താക്കന്മാരും കൊല്ലപ്പെട്ടു, മരിച്ചുപോയി. അതിന്റെ പേരില് ഇവളെ പരിചാരികമാര് പരിഹസിക്കണം. നീ കൊന്നു അവരെ എന്ന് പറഞ്ഞിട്ട് ഈ സാറായെ പരിഹസിക്കുമ്പോ വളരെയേറെ വേദനയോടുകൂടി 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനത്തില് ഈ സാറ എടുത്ത തീരുമാനം കേട്ടോ. ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിന്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. ഒരു തോന്നൽ വരുവാ. ഇതെല്ലാം കേട്ട് അകപ്പാടെ ദുഃഖത്തിന്റെ ആധിക്യത്തില് അവൾ ഒരു തോന്നൽ വരുവാ, തൂങ്ങി മരിച്ചാലോ എന്ന്. പക്ഷെ ആ മകൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകളാണ്. അവള് പിന്നീട് അങ്ങോട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ അവളുടെ ജീവിതത്തെ സമർപ്പിച്ച് വേദനകള്, ദുഃഖഭാരങ്ങള്, സങ്കടങ്ങള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അവസാനം 15-ാമത്തെ വചനം നാം വായിക്കുകയാണ്. അവൾ പറയാ, ഈ പ്രവാസത്തിൽ എന്റെയോ പിതാവിന്റെയോ പേരിന് ഞാൻ കളങ്കം വരുത്തിയിട്ടില്ല. പിതാവിന്റെ ഏകജാതയാണ് ഞാൻ. അവകാശിയായി അവന് വേറെ മക്കളില്ല. എനിക്ക് ഭർത്താവാകാൻ അവന് ഉറ്റവനോ ഉറ്റവരുടെ മകനോ ഇല്ല. എന്റെ 7 ഭർത്താക്കന്മാർ മരിച്ചു. ഇനി ഞാൻ എന്തിന് ജീവിക്കണം? എന്നോട് പറയാണ്, ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ. എന്നോട് പറയാ, എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടയാകാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ഈ മകൾ പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ അതുപോലത്തെ ബന്ധം അവൾക്ക് ദൈവത്തോടുണ്ട്. എല്ലാം പറഞ്ഞു, കർത്താവേ എന്തിന് ഞാൻ ജീവിക്കണം? ഞാൻ ജീവിക്കണം എന്ന് ആഗ്രഹമാണെങ്കിൽ കർത്താവേ എനിക്ക് അതിന് മാന്യത വേണം. ഇങ്ങനെ പരിഹസിക്കപ്പെട്ട് തോൽപ്പിക്കപ്പെട്ട് ഞാൻ ജീവിക്കാൻ പാടില്ല. ആ ദൈവബന്ധത്തില് സാറ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ദൈവം ഇടപെട്ടത് നമുക്കറിയാം. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് ഒന്നാമത് ഒരു വിശ്വാസം വേണം. എന്തു വന്നാലും ദൈവത്തോട് പറയാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ. എന്റെ ദൈവം സർവാധിപനാണ്. നമ്മുടെ അവസ്ഥകൾ പറഞ്ഞ് ഞാൻ ഇനി ജീവിക്കണം എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്കതിന് മാന്യത നൽകണം. പരിഹസിക്കപ്പെടാൻ പാടില്ല. ഞാൻ അങ്ങയുടെ മോളാ. എന്റെ അപ്പന്റെ, എന്റെ അമ്മയുടെ, എന്റെ കുടുംബത്തിന്റെ അവൾക്കൊരു അടിസ്ഥാനമുണ്ട്. ഞാൻ ഒരിക്കലും അവരുടെ പേരിന് കളങ്കം വരുത്തുന്ന വിധം ജീവിച്ചിട്ടില്ല. അങ്ങനെ ദൈവബന്ധത്തിൽ ജീവിക്കുന്ന മകള് പ്രശ്നം വരൂ. ആ സമയത്തും വേണ്ടാത്ത തോന്നലുകൾ തോന്നിപ്പോവും. നമുക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടൊക്കെ ഉണ്ടാവാം, അല്ലേ? എന്നാൽ അവിടെയൊക്കെ നമ്മുടെ ആശ്രയത്വം ആരാണ്? ദൈവം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാറയുടെ ജീവിതത്തില് ഇതുപോലെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അതിശക്തമായിട്ട് ഇടപെട്ട് മാലാഖയെ അയച്ച് ശക്തമായ ദൈവികമായ പദ്ധതിയില് ഇതാ
തോബിത്തിനെ അനുഗ്രഹിച്ച് തോബിയാസിനെ കൊണ്ട് സാറായെ വിവാഹം കഴിപ്പിച്ച് റഘുവേലയും യദ്ദിനെയും ആ കുടുംബത്തെയും അനുഗ്രഹിച്ച് റഫായിൽ മാലാഖ ദൈവത്തിന്റെ ദൂതൻ ഇടപെട്ടു. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ജീവദായകമായ സമൃദ്ധിയില് ദൈവം അനുഗ്രഹിച്ച ഒരു പ്രിയപ്പെട്ട മകളായിട്ട് സാറ മാറുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തിനെന്നോ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും 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 വന്നുകൊണ്ടേയിരിക്കും. ഇവിടെയൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് ദൈവത്തോട് വാശിയൊക്കെ പിടിക്കാൻ പറ്റും. എനിക്ക് ജീവിക്കണം, മരിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്, എന്നെ ജീവിക്കണം എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് മാന്യത തരണം, സമ്പത്ത് തരണം, ജോലി തരണം, വിജയം തരണം, പരിഹസിക്കപ്പെടാൻ പാടില്ല, എനിക്ക് മാന്യത തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു വിശ്വാസം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം. മാത്രമല്ല, നിരാശപ്പെടുന്ന കാര്യങ്ങൾ വരുമ്പോ ദൈവത്തിൽ ആശ്രയിക്കാനും പ്രത്യാശ കൈവിടാതെ. ഇന്ന് അനേകം മക്കള് ഡിപ്രഷനിൽപ്പെട്ട് പേടിച്ച് വിറച്ച് മരുന്ന് കഴിച്ച് ഉറക്കമില്ലാണ്ട് അനേക മക്കള് 2 പറഞ്ഞ് 3 പറഞ്ഞ് 4 വാക്കിന് ആത്മഹത്യ. എത്രയോ മക്കൾ നിസ്സാര പ്രശ്നം താങ്ങാൻ പറ്റാത്തതിന്റെ പേരില് ജീവിതം അവസാനിപ്പിച്ചു പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സാറായ്ക്ക് പോലും തോന്നിപ്പോയെന്നാ പറയാ. ആത്മഹത്യ തൂങ്ങി മരിച്ചേക്കാമെന്ന് അവൾക്ക് തോന്നി. ഈ തോന്നലുകൾക്ക് പിശാച് കൊണ്ടുവരും. പക്ഷേ അവിടെയും ദൈവത്തിന്റെ മക്കള് ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ശരണപ്പെടണം, ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കണം, വാശി പിടിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്കും വാശി പിടിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ മക്കളാ, ഞങ്ങളുടെ മക്കൾക്ക് മാന്യത നൽകണം. അവർ തോൽപ്പിക്കപ്പെടാൻ പാടില്ല, അവരാരുടെ മുമ്പിൽ പരിഹാസിക്കപ്പെടാൻ പാടില്ല, അവർ ജയിക്കണം. അവരുടെ ജീവിതത്തില് അനുഗ്രഹങ്ങൾ ചൊല്ലി അങ്ങയുടെ മക്കളാ, അങ്ങിടപെടണം. സ്വർഗം ഇടപെടും മക്കളെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ ആരും നിരാശപ്പെട്ട് ഡിപ്രഷനിൽപ്പെട്ട് മരുന്ന് കഴിച്ച് ഉറക്കമില്ലാണ്ട് ജീവിതത്തിൽ തോറ്റ് പരാജയപ്പെട്ട് നിരാശപ്പെട്ട് അവസാനിപ്പിക്കപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള അനേക മക്കളുണ്ട്. ഈ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ മക്കൾക്ക് മാന്യത, പഠനത്തില്, ജോലിയില്, കുടുംബജീവിതത്തില്, എല്ലാത്തിലും മാന്യത കർത്താവ് നൽകണം. അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ സാറായെ പോലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞായി അപ്പനും അമ്മയ്ക്കും കുടുംബത്തിനും കളങ്കം വരുത്താതെ, എന്റെ മാന്യതയ്ക്ക് കളങ്കം വരുത്താതെ വിശുദ്ധ ജീവിക്കാനുള്ള കൃപ ഓരോ മക്കൾക്ക് ലഭിക്കണം. ഒരു വിശുദ്ധിയും അഭിഷേകവും കൂടി നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള മക്കളെ ദൈവം കൈവിടില്ല, ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാറായുടെ ഒരു മാതൃകയിലും മധ്യസ്ഥതയിലും നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കൾക്കും മാന്യത നൽകണമേ, ഞങ്ങളുടെ മക്കൾ എവിടെയും കൂനിപ്പോകാതിരിക്കട്ടെ, ഞങ്ങളുടെ മക്കളെന്നും നശിപ്പിക്കപ്പെടാതിരിക്കട്ടെ, ഞങ്ങളുടെ മക്കൾ എന്നും അഭിഷേകത്തോടെ കരുത്തോടെ അങ്ങയുടെ മഹത്വമായിട്ട് അങ്ങയുടെ ശക്തി പ്രകടമാക്കപ്പെട്ട ജീവിതങ്ങളായിട്ട് തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ പ്രാർത്ഥനയോടെ ദിവ്യകാരസ്ഥാനത്തിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ മേല് അങ്ങയുടെ വലിയ കരുണ ചൊരിയണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ ശക്തി പ്രകടമാക്കിക്കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ സമാധാനവും സന്തോഷവും വിജയവും മാന്യതയും സൗഖ്യവും വിജയവും എല്ലാം നൽകി ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ മക്കൾ ഇന്ന് പെട്ടെന്ന് നിരാശപ്പെടുന്ന മക്കളാണ്. ചെറിയ പ്രശ്നങ്ങളിൽ പോലും പിടിച്ചു നിന്ന് വിശ്വാസത്തോടെ പ്രത്യാശയോടെ അങ്ങിൽ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് കർത്താവേ. നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിരാശപ്പെട്ട് അതിന്റെ പേരിൽ ഡിപ്രഷനിൽപ്പെട്ട് ജീവിക്കണ്ട എന്ന് പോലും തീരുമാനിക്കുന്ന തലത്തിലേക്ക് കർത്താവ് ഞങ്ങളുടെ മക്കള് മാറിപ്പോയിരിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ അങ്ങ് ബലപ്പെടുത്തണമേ. സാറായെ ഞങ്ങൾക്ക് ഇന്ന് മാതൃകയായി അങ്ങ് നൽകി. 7 ഭർത്താക്കന്മാർ മരിച്ചു. അമ്മകളുടെ അവസ്ഥ അവർണ്ണനീയമായ, ചിന്തിക്കാൻ പോലും പറ്റാത്ത വേദനാജനകമായ അവസ്ഥയാണ്. പരിഹസിക്കപ്പെടുന്ന സ്വന്തം പരിചാരികമാരാൽ പോലും പരിഹസിക്കപ്പെടുന്ന മോള് തോന്നിപ്പോയി തൂങ്ങി മരിക്കാമെന്ന്. എന്നിട്ടും ആ മകളുടെ പ്രാർത്ഥന
കർത്താവെ അങ്ങ് സ്വീകരിച്ചു, ആ മകളെ അനുഗ്രഹിച്ചു, ആ മകൾക്ക് മാന്യത നൽകി, ആ മക്കളുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് അങ്ങിടപെട്ടു. കർത്താവെ ഈ വിശ്വാസം ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും സാറായുടെ ജീവിതത്തിൽ ഇടപെട്ട പോലെ ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിലും ജീവിത പ്രശ്നത്തിലും രോഗപീഠകളിലും പരീക്ഷയിലും എല്ലാത്തിലും കർത്താവെ അവിടുന്ന് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരണീശോയെ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരാണുള്ളത്? അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം. അങ്ങ് സ്വർഗത്തിലെ സഹായം ഞങ്ങളുടെ മക്കളിലേക്ക് അയക്കണം. മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അയക്കണം. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ജീവിതത്തിലും ശക്തമായ ദൈവിക ഇടപെടല് അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. അതിനെല്ലാം വേണ്ടി പ്രിയപ്പെട്ട മക്കളെ കർത്താവിങ്കിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിക്കാം. നമ്മുടെ മക്കളെ കുറിച്ചുള്ള നൊമ്പരങ്ങള്, വേദനകള്, വഴിതെറ്റിപ്പോയ മക്കള്, അടിമപ്പെട്ടു പോയ മക്കള്, പഠനം മുടങ്ങിപ്പോയ മക്കള്, ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കള്, എല്ലാ മക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഓരോ ദിവസവും നൂറുകണക്കിന് മക്കളും മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ കണ്ണീരോടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. കർത്താവെ, ഈ വീഡിയോയില്, കമന്റ് ബോക്സില്, വാട്സാപ്പില്, ഫോണിലൂടെയൊക്കെ വിളിച്ച് സങ്കടപ്പെടുന്ന എല്ലാ മക്കളെയും മാതാപിതാക്കളെയും അവരുടെ കുടുംബങ്ങളെയും മക്കളെയൊക്കെ സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും അവരുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ശക്തമായ ഇടപെടല് ഞങ്ങളെല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ചും ശുശ്രൂഷയെ പങ്കെടുക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും വിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ദൈവിക ശക്തി വ്യാപരിച്ച് ജീവന്റെ സമൃദ്ധിയിൽ ഈ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. പൈശാചിക ശക്തികൾ, കർത്താവെ, ആത്മഹത്യ ചിന്തകൾ നിർവീര്യമാക്കപ്പെടട്ടെ. എല്ലാ നിരാശയും, എല്ലാ ഡിപ്രഷനും, എല്ലാ ഉത്കണ്ഠയും, എല്ലാ ഭയവും, എല്ലാ ആകുലതകളും നീങ്ങിപ്പോകട്ടെ. അങ്ങയിലുള്ള പ്രത്യാശ വളരട്ടെ, അങ്ങയുടെ ശരണം വളരട്ടെ, അങ്ങയുടെ ആശ്രയത്വം വളരട്ടെ. വിശുദ്ധാത്മാവേ നിറയണമേ, ഏറ്റെടുക്കണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസരണത്തിൽ അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മുടെ മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. ഈശോ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ ദിവ്യവരങ്ങളും ചിന്തി ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തി പ്രത്യാശയിൽ ശരണത്തിൽ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി അനുഗ്രഹം പ്രാപിച്ച് മക്കൾക്ക് വേണ്ടി സ്വീകരിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യാനീശോയെ അങ്ങ് തിരുഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ മക്കളെ എല്ലാ നാശത്തിൽ നിന്നും, എല്ലാ അകാല മരണത്തിൽ നിന്നും, എല്ലാ ആത്മഹത്യയിൽ നിന്നും ഒക്കെ സംരക്ഷിച്ച് ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അങ്ങയിൽ വളർത്തണമേ. ആമേൻ.